ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മിക്സി. നമ്മുടെ വീട്ടിൽ ഏത് ബഡ്ജറ്റുള്ള മിക്സിയോ ആയിക്കോട്ടെ, അതിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത് ഒരു പരിധി വരെ നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മിക്സീൻ്റെ ലൈഫ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മിക്സി മേടിക്കുന്ന സമയത്ത് അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സി ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഏതാണ്ട് 2800 രൂപ സംതിങ് അങ്ങാണ്ടായിരുന്നു ഈ ഒരു മിക്സിക്ക് അന്ന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ ഇതിന് ഒരു തരത്തിലുള്ള സർവീസും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ ആകെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ജാറിൻ്റെ അടിഭാഗത്ത് ഇതുപോലത്തെ ഒരു ചക്രം ഉണ്ടാവുമല്ലോ, ആ ഒരു ചക്രം മാത്രമാണ് എനിക്കൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത്. വേറൊന്നും തന്നെ ഒരു തരത്തിലുള്ള സർവീസിനും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ മിക്സി ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അങ്ങനെ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാര്യക്ഷമതയ്ക്കും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്നിരുന്നാലും യാതൊരു തരത്തിലുള്ള വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഇല്ലാഞ്ഞിട്ടും ഇത്രയും കാലം, ഇനിയും കുറച്ച് അധിക കാലം കൂടി ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി ശ്രദ്ധിക്കാറുള്ളത്, എവറി യൂസിന് ശേഷവും ഞാൻ ശ്രദ്ധിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മിക്സിയിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഏതൊരു സാധനം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിക്കടി അതിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് സർവീസിന് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവറി യൂസിന് ശേഷം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് അവിടെ ഇരുന്ന് ഉണങ്ങി പിടിക്കാനോ ജലാംശമൊക്കെ ഇങ്ങനെ ബാക്കി ഇവിടെ ഉണ്ടാവാനൊന്നും അനുവദിക്കാതിരിക്കുക. മാക്സിമം അത് ആ ഉപയോഗത്തിന് ശേഷം ജാർ എടുത്ത് മാറ്റിയ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം. അതിനെ നമ്മുടെ ഇതിൻ്റെ ഒരു ലൈഫ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ കൂടെ ലീക്കേജ് ഉണ്ടായിട്ട് ഇങ്ങനെ ഈ ബട്ടൺ ഹോളിനുള്ളിലൂടെ ഇത് ഉള്ളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ജലാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മിക്സിനെ വളരെ ഹാനികരമായിട്ട് തന്നെ ബാധിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? വെള്ളം അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും യൂസിന് ശേഷം പ്ലഗ് പോയിന്റിൽ നിന്നും റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടിട്ട് പോകും. ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് പോകും. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം, സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ മാത്രം പോരാ, മാക്സിമം പ്ലഗ് പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗം റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള വോൾട്ടേജും നമ്മുടെ മിക്സിയിലേക്ക് ആവശ്യമില്ലാതെ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പക്ഷെ പലർക്കും വലിയ ധാരണ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഈ സ്വിച്ചിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് 3 അല്ലെങ്കിൽ 4 പോയിന്റുകളൊക്കെ തരാറുണ്ട്. എല്ലാ മിക്സിയിലും അതുണ്ടാവും. പക്ഷേ ഈ സീറോയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു റിവേഴ്സ്, അവിടെ ഒരു പോയിന്റ് കാണിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പലർക്കും വലിയ ധാരണയൊന്നുമില്ല. പലരും ഇത് തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ അബദ്ധവശാലൊക്കെയാണ് അങ്ങോട്ടേക്ക് തിരിക്കാറുള്ളത്. ഇത് എന്തിനുള്ളതാണ് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സപ്പോസ് നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും അരച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലോക്കായിട്ട് ബ്ലേഡ് തിരിയാത്ത ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ആ ബ്ലേഡ് ഒന്ന് റിവേഴ്സിൽ തിരിയാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് ഈ പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയ ഒരു 2-3 സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നേരെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോക്ക് റിലീസായിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ അങ്ങനെയാണോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അത് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിലരിത് മയോണൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്താ പറയുക,
അങ്ങനെ വേറെ വേറെ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുക്കാൻ നേരത്ത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം ഇതല്ല, അത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവറി യൂസിലും നമ്മൾ എല്ലാ തവണയും മിക്സി യൂസ് ചെയ്യുന്ന സമയത്തൊക്കെയും ഇതേപോലെ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യാതിരിക്കുക. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മോട്ടറിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാ തവണയും മിക്സി അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ട് അരയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാവരും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും അരയ്ക്കുന്ന സമയത്ത് ഈ അടപ്പ് തുറന്നു വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ ആടാതെ സ്റ്റഡി ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അടപ്പ് ഇങ്ങനെ മുറുക്ക ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ഒരു ഹോള് ഇത് നമ്മുടെ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു എയർ ഹോൾ ഉണ്ടല്ലോ, ആ സെയിം പ്രോസസ്സ് തന്നെയാണ് മിക്സിയുടെ ജാറിലുള്ള ഈ ഒരു ഹോളിൻ്റെയും കാര്യം. അതായത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ജാറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മളിതിങ്ങനെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് മുറുക്ക പിടിച്ച് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഫോം ആയിട്ടുള്ള ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റാതെ മിക്സി എന്താ പറയുക അതിൻ്റെ പ്രോസസ്സ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ളിൽ ഭയങ്കര പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മളുടെ മോട്ടറിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്ന ആ സാധനത്തിൻ്റെ ടേസ്റ്റ് മാറാനും അത് കാരണമാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇത് അരയ്ക്കുന്ന സമയത്ത് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഭാഗങ്ങളിലൂടെ എയർ എന്താ പറയുക ബബിൾസ് അല്ലെങ്കിൽ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഇതിനുള്ളിൽ ഒരു പ്രഷർ ഒരു ഗ്യാസ് ഒരു ഫോം ചെയ്തിട്ടുണ്ടാവും. ആ അരയുന്നതിൻ്റെ ആ തിരിയുന്നതിൻ്റെയൊക്കെ ഒരു പ്രഷർ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാൽവാണ്. അപ്പോൾ ഇനി മുതൽ അരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഈ ഭാഗം ഫ്രീ ആയിട്ട് തന്നെ വിടുക. എയർ പാസ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, മിക്സി വാങ്ങുമ്പോൾ 3 അല്ലെങ്കിൽ 4 ജാറുകൾ നമുക്കതിൻ്റെ ഒപ്പം ഉണ്ടാവും. ജ്യൂസറൊക്കെയുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ മിക്സികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ ജാറ് കൂടി ഉണ്ടാവും. സാധാ മിക്സിക്കൊക്കെ ഇങ്ങനെ 3 ജാറുകളാണ് തരുന്നത്. അപ്പോൾ ഈ 3 ജാറുകൾക്കും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂസ് ഉണ്ട്. നമുക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് തോന്നുന്ന പോലെ ഏതെങ്കിലും ഒരു ജാറിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ പൊടിച്ചെടുക്കാം എന്ന് വിചാരിക്കരുത്. അതായത് ഓരോ ജാറിൻ്റെ ഉള്ളിലും അതിൻ്റെ ബ്ലേഡിന് വ്യത്യാസം ഉണ്ടാവും. ഓരോ ജാറിൻ്റെ ബ്ലേഡിനും നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ യൂസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചട്നി പോലെയുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ജാറ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ തീരെ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാനുള്ള യൂസിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ജാറ് ഉപയോഗിക്കേണ്ടത്. പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചും കൂടി പേസ്റ്റ് പോലൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അരിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജാറാണ് ഇത്. അപ്പോൾ ഈ ഒരു ലോ ബഡ്ജറ്റ് മിക്സിയൊക്കെ ആകുമ്പം ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ജ്യൂസറായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ്. ജ്യൂസറുള്ള മിക്സികൾക്ക് അതും അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് നമ്മൾ ജ്യൂസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഷേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജാറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ യൂസിനും ഡിഫറൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഇതും അരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ വലിയ ജാറിനകത്തൊക്കെ നമ്മൾ പൊടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടത്തില്ല, ഭയങ്കര പാടായിരിക്കും. നമ്മൾ കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് അരയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിനകത്ത് നമ്മൾ ധാരാളം വെള്ളം ചേർത്ത് അരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അരഞ്ഞും കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അരഞ്ഞ് കിട്ടത്തില്ല, പച്ചയ്ക്ക് അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് തിക്കായിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ അരയ്ക്കുക. നല്ല ലൂസായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ അരയ്ക്കുക. തീരെ വെള്ളം ചേർക്കാതെയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തോ അരയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിലും അരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഏറെ നേരമായിട്ട് മിക്സി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിൻ്റെ പവർ സപ്ലൈ കട്ടാവുന്നത്. കറണ്ട് ഉണ്ടെങ്കിൽ കൂടിയും ഇത് പ്രവർത്തിക്കാത്തൊരു സിറ്റുവേഷനൊക്കെ പലർക്കും അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഇല്ലയോ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റുകയൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. ചിലതിന് ഇതിങ്ങനെ സൈഡിലേക്ക് അങ്ങനെ ആക്കുന്ന ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ആക്കുന്ന രീതിയിലുള്ള സ്വിച്ചുകളായിരിക്കും. അതങ്ങനെ ആക്കിയിട്ട് നമ്മളിത് വീണ്ടും പ്രവർത്തിപ്പിച്ച് തുടങ്ങും. അപ്പോൾ ഇത് വീണ്ടും പ്രവർത്തിക്കും, ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ പ്രവർത്തിക്കും. പക്ഷേ ആ ഒരു സ്വിച്ച് അങ്ങനെ പെട്ടെന്ന് ഇത് ഷട്ട് ഡൗൺ ആയതിൻ്റെ കാര്യം എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം ഇനി അത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അതായത്
ഇതിൻ്റെ മോട്ടർ, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഓവർ ഹീറ്റ് ആവുന്ന സമയത്താണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ടും പവർ സപ്ലൈ കട്ട് ചെയ്യുന്നത്. അതൊരു കട്ട് ഓഫ് ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വീണ്ടും നമ്മൾ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഓവർ ഹീറ്റായി ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ടും കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ നമ്മൾ സർവീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഉള്ളിലുള്ള സ്വിച്ച് മാറ്റി വെക്കണമെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് നല്ല സ്വിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒറിജിനൽ കമ്പനിയുടെ സ്വിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. കാരണം മിക്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ്റ്റി മെഷറാണ് ആ ഒരു സാധനം. അത് കംപ്ലൈൻ്റ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ഓവർ ഹീറ്റ് ആയാൽ പോലും അത് കട്ട് ഓഫ് ആവത്തില്ല. അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. നമുക്കിങ്ങനെ മിക്സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒന്നും തൊട്ട് നോക്കിക്കഴിഞ്ഞാലൊന്നും നമുക്ക് ചൂട് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ നമുക്ക് ജാറിൻ്റെ സൈഡിലൊക്കെ ചൂട് തോന്നിക്കും, എന്നാലും മിക്സിയിലത്തെ ചൂട് നമുക്കങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഹീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പവർ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട് ഓഫ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത സാധനങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈഫ് തീരുമാനിക്കേണ്ടതും ഇത് ഡെയിലി ഉപയോഗിക്കുന്ന നമ്മൾ തന്നെയാണ്. ഒരിക്കൽ ഇത് സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അത് നന്നായിട്ട് ഓടും. വീണ്ടും അതിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗം പണി മുടക്കിയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഒരു തരത്തിലുള്ള സർവീസും വരുത്താതെ, കേടുപാടുകളൊന്നും വരുത്താതെ മാക്സിമം കാലം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.